കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൂണ് വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ പോവുകയാണ്. ചിലർക്കൊന്നും ഇത് എങ്ങനെയാണ് നന്നാക്കുകയെന്നും അറിയില്ല കേട്ടോ, വൃത്തിയാക്കുന്നത് എങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൂണ് കറിയല്ല ഒരു റോസ്റ്റ് പോലെ ആക്കിയത് അത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ കൂണിത് ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ തണ്ട് മാറ്റിയെടുക്കാം കേട്ടോ. തണ്ട് മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് നടുവൊന്ന് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്തു നിന്ന് തൊലി ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് വലിച്ചാൽ തന്നെ അതിൻ്റെ തൊലി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ തൊലി നമ്മൾ അടർത്തിയെടുക്കേണ്ടത്. ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ തൊലി ഇങ്ങനെ വന്ന് നമുക്ക് എടുത്ത് കിട്ടും. പിന്നെ അതേപോലെ ഇതിൻ്റെ പുറത്ത് ഒരുപാട് കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കഴുകുമ്പോൾ ഈ തൊലി കളയുമ്പോൾ തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോകും കേട്ടോ. പിന്നെ ഈ ഒരു കൂണ് നമ്മൾ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. 49 രൂപയായിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ആ കറുപ്പില്ല നടുവിലത്തെ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കളയുമ്പോൾ മൊത്തത്തിൽ ഈ കൂണ് നമ്മൾ അത് കളയുന്ന സമയത്ത് ചെത്തിപ്പോകും. അപ്പോൾ ഇതേപോലെ ചെറുതാക്കിയിട്ട് നുറുക്കിയാൽ മതി. കാരണം ഇത് പെട്ടെന്ന് തന്നെ ചുങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് കഴിക്കണം എന്നുള്ളവർക്ക് അത് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ എങ്ങനെയാണ് നേരാക്കുകയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മേലൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വരണ്ടി കൊടുത്താൽ മതി. നല്ല പ്രസ് ചെയ്ത് കൊടുക്കരുത്, കാരണം അതിൻ്റെ ദശയും കൂടെ പോരും. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് വരണ്ടി കൊടുത്താൽ മതി. അപ്പോൾ അതും ഒന്ന് ഇതേപോലെ നടു പൊളിച്ചിട്ട് ഇട്ടാൽ മതി. നമ്മുടെ നാട്ടിൻപുറത്തുനിന്ന് കിട്ടുന്ന കൂണ് ഈ രീതിയിലല്ല കേട്ടോ വൃത്തിയാക്കേണ്ടത്, ഈ രീതിയിൽ തന്നെ. പക്ഷെ നടുവിൽ നമ്മൾ പുഴു ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ആ കറുപ്പ് ഭാഗം കാണില്ലേ, ആ ഭാഗത്ത് പുഴു ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം നെയ്സായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ അരിയേണ്ടവർക്ക് നെയ്സായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇത്രയും കഷ്ണമാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കൂണ് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ട് നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും, അത്ര എടുത്താൽ മതി. ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കുത്തുന്ന മണം വരും. പിന്നെ നമ്മുടെ നാടൻ കറുവപ്പിൻ്റെ ഇല. പിന്നെ ഇതെന്ന് പറയുന്നത് രമ്പ ഇല, ബിരിയാണി ഇല അങ്ങനെയൊക്കെ പറയും കേട്ടോ ചിലയിടത്ത്. ഇത് നമ്മൾ മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കറിയിലൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല മണം തന്നെയാണ്, മല്ലിയിലേൻ്റെ അതേ മണം തന്നെയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ രമ്പ ഇല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. എരിവ് ആണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാനായിട്ടാണ് ഈ കുക്കറിൽ ഞാൻ ഉള്ളി വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ വെള്ളമൊന്നും കളയുന്നില്ല, വെറുതെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് കറിക്കാണെങ്കിലും ഉള്ളി വാടാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും മേലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കൊടുത്താൽ മതി. 2 3 വിസിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് വിസിൽ കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 2 വിസിൽ കൊടുത്താൽ തന്നെ ഇത് നന്നായി വാടിക്കിട്ടും. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അരിഞ്ഞെടുത്തത്. ഉള്ളി ആദ്യം ഇത് വെച്ചിട്ട് അതിന് ശേഷം തക്കാളി അതൊക്കെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം കൂടി ലാഭം കിട്ടും. അതേപോലെ കൂണൊക്കെ വൃത്തിയാക്കുന്നതും ഈ സമയം കൊണ്ടാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കുക്കർ ഞാൻ ഓഫാക്കിയത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇത് കരിഞ്ഞ പോലെ തോന്നും കേട്ടോ, കുറച്ചൊരു കരിഞ്ഞ പോലെ തോന്നും. പക്ഷെ നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ കുറേ നേരം പിടിക്കും ഇതേപോലെ ഒരു കളർ വരാനായിട്ട്. അപ്പോൾ ഒരുപാട് ഗ്യാസും ചിലവാകും. അതെല്ലാം നമുക്ക് ലാഭിക്കാം, സമയവും ഗ്യാസും ഒക്കെ ലാഭിക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ.
ഇതിനധികം എരിവില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇത് എരിവുള്ള പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് പകുതി ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കുറച്ചത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വാടി ആ ഒരു ചെറിയൊരു ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് മൂത്ത് കിട്ടുന്നതാണ്. കുറച്ച് നേരം ഒന്ന് പൊടി മൂത്തതിന് ശേഷം നമ്മൾക്ക് ഈ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ രമ്പയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മസാല. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ആ രമ്പ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. രമ്പ ഇലയ്ക്ക് പകരം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. ഇതും അതേ മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടാൻ ശ്രദ്ധിക്കണം, കാരണം പൊടികളെല്ലാം ഇട്ടുകൊണ്ട് അടി പിടിക്കും കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കായിട്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്തായി പോയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. റോസ്റ്റ് ആയിട്ടാണ് ഞാൻ കറി ചാറ് പോലെ ആക്കുന്നില്ല. നമ്മൾ ചോറിനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് റോസ്റ്റ് പോലെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് ഉടയുമ്പോഴാണ് നമുക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടി നല്ല റോസ്റ്റ് പോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം മസാലയും എല്ലാം മൂത്തതിന് ശേഷം ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൂണ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ വെള്ളം ഒഴിക്കരുത്. എല്ലാ മസാലയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കണം. കാരണം ഈ കൂണിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം അത് വേവാനായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് സിമ്മിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിനനുസരിച്ചാണ് നമ്മൾ ബാക്കി ഇനി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി നേരം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നോക്കുമ്പോൾ അതായത് ഇന്ന് തന്നെ വെള്ളം വന്നാണ് കേട്ടോ. ചെറുതായിട്ട് വെള്ളം ഉറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂണിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഈ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയ്ക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കഷ്ണത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് വേവാനുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുറേ നേരം വേവിക്കൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. കുറേ നേരം വേവൊന്നുമില്ല. അപ്പോൾ നമ്മളത് വേവാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. കാരണം വെള്ളം പോലെ ആകുമ്പോൾ നമ്മൾ ചോറിനാവുമ്പോൾ അത് വെള്ളം പോലെ ഇരിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല. പലഹാരത്തിനൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ആവും. ഇത് റോസ്റ്റ് പോലെ ഇരിക്കുന്നതാണ് ചോറിനാവുമ്പോൾ, ഒരു കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ് ചോറിനാവുമ്പോൾ നല്ല ഇതായിട്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അത് തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ കൂണ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടുമ്പുറത്തുനിന്ന് കിട്ടുന്ന കൂണിൻ്റെ ആ ടേസ്റ്റൊന്നും എന്തായാലും നമ്മൾ മേടിക്കുന്ന കൂൺ കറിക്ക് കിട്ടില്ല കേട്ടോ. കൂണ് നമ്മളൊരു കറി പോലെ ഇരിക്കും. ഇതൊന്ന് കുറുകി വരുമ്പോൾ റോസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം പോലെ ചോറിൻ്റെ കൂടെയോ പലഹാരത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. പലഹാരത്തിൻ്റെ കൂടെയാകുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചോറിൻ്റെ കൂടെയാകുമ്പോൾ നമുക്ക് കുറച്ച് മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പലഹാരത്തിൻ്റെ ആകുമ്പോൾ കുറച്ച് കറി പോലെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ കറി പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ. റോസ്റ്റ് പോലെ എന്ന് പറയുമ്പോൾ അങ്ങനെ തനി ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് അല്ല, ചെറുതായിട്ടൊരു കട്ടിയുള്ളൊരു കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്നതൊന്ന് സ്കിപ്പ് ചെയ്താൽ ഡ്രൈ ആയി റോസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ 2 ബോക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കേണ്ടി വരും. അപ്പോൾ ഒരു ബോക്സിൽ നമുക്ക് ഇത്രയും കറി കേട്ടോ, ഈ ഒരു ബൗളിൽ ഇത്ര കറിയാണ് നമുക്ക് കിട്ടിയത്. ഇത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് കറി പോലെ ആക്കുകയാണെങ്കിൽ അങ്ങനെയും ആക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
അത് മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.